എണ്ണം പറഞ്ഞ നോവലുകൾ, സംവിധായകനായി 18 സിനിമകൾ, തിരക്കഥാകൃത്തായി 36 സിനിമകൾ. ദൃശ്യ സൗന്ദര്യവും വ്യത്യസ്തമായ കഥാപശ്ചാത്തലങ്ങളും മലയാള സിനിമയുടെ ഈ ഗന്ധർവന് മാത്രം സ്വന്തം. ഓർമ്മകളിലൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് പത്മരാജൻ നൊടിയിട കൊണ്ട് നഷ്ടമായ നിലാവാണ്. ഇന്ന് അസാന്നിധ്യം കൊണ്ട് നിശബ്ദതയുടെ സൗന്ദര്യം അനുഭവിപ്പിക്കുകയും ചെയ്യുന്നു. സമാന്തര സിനിമകളുടെ രാജാവായിരുന്നു പത്മരാജൻ. അദ്ദേഹം സൃഷ്ടിച്ചത് മലയാളിത്തം തുളുമ്പി നിൽക്കുന്ന സിനിമകളാണ്. എന്നാൽ കഥകൾ പലതും ഭ്രമിപ്പിക്കുന്നത്, മലയാളികൾക്ക് കണ്ടു ശീലമില്ലാത്തതും അപ്രതീക്ഷിത നടുക്കങ്ങൾ സമ്മാനിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു അദ്ദേഹം സിനിമ ചെയ്തിരുന്നത്. പ്രണയവും പ്രതികാരവും രതിയും പകയും ആഘോഷവും എല്ലാം നിറഞ്ഞു നിന്ന പത്മരാജൻ ചിത്രങ്ങൾ ഞാൻ ഗന്ധർവനോടെ അവസാനിച്ചു. തന്റെ ഓരോ സിനിമയ്ക്കും മുൻ മാതൃകകൾ ആരോപിക്കുവാൻ സാധ്യമാകാത്ത വിധത്തിൽ വ്യത്യസ്തമാകണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. ആദിമധ്യാന്തമുള്ള കഥകളും മലയാള സിനിമയുടെ പാരമ്പര്യ രീതികളും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. സിനിമ ഒരു ചെറുകഥ പോലെ ആയിരിക്കണമെന്ന് പത്മരാജൻ ആഗ്രഹിച്ചു. ചെറിയ കഥകളുടെ മികച്ച ആഖ്യാനമാണ് നല്ല സിനിമകളെ സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ നിന്നാണ് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിലും തൂവാനത്തുമ്പികളും കള്ളൻ പവിത്രനുമൊക്കെ ഉണ്ടായതും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയത്തിന്റെ ആവിഷ്കാരമാണ് സിനിമ. സിനിമയ്ക്ക് വാസ്തവത്തിൽ വലിയ കഥ ഒരു ഭാരമാണെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. സിനിമയുടെ മൊത്തത്തിലുള്ള സ്ക്രിപ്റ്റിന് സഹായമായി തീരുന്നത് എപ്പോഴും ചെറിയ പ്രമേയങ്ങളാണ്. അത് പക്ഷേ വ്യാവസായികമായി എത്രമാത്രം ഫലപ്രദമാകുമെന്ന് സിനിമ പുറത്തു വന്ന ശേഷമേ പറയാൻ പറ്റൂ. ഞാൻ എഴുതിയ കഥയിലായാലും മറ്റൊരാളുടെ കഥയിലായാലും അതിൽ എന്നെ ആകർഷിക്കുന്ന ബീജം മാത്രം സ്വീകരിച്ചുകൊണ്ട് എന്റെ സങ്കല്പങ്ങൾക്കൊത്ത് വികസിപ്പിക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. അല്ലാതെ കഥ അതേപടി പകർത്താറില്ല. പുതിയ ആശയങ്ങളുമായി പുതിയ ആൾക്കാർ ഈ രംഗത്തേക്ക് കടന്നു വരുമെന്നാണ് എന്റെ വിശ്വാസം. അല്ലാതെ ആശയ ദാരിദ്ര്യം മൂലം സിനിമയ്ക്ക് ഒരു അന്ത്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരു അഭിമുഖത്തിൽ പത്മരാജൻ പറഞ്ഞ വാക്കുകളാണിവ. തന്റെ തന്നെ സിനിമകളോട് മത്സരിക്കുകയായിരുന്നു പത്മരാജൻ. ഒരു സിനിമയും മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം വ്യത്യസ്തമാണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും. പകയുടെ വിവിധ ഭാഗങ്ങൾ ഇതാ ഇവിടെ വരെയും രതിയുടെ ചടുലതയും ലാസ്യഭാവവുമായിരുന്നു രതി നിർവേദവും പ്രയാണവും തകരയുമൊക്കെ വിഷയമാക്കിയതും. നവംബറിന്റെ നഷ്ടം എന്ന സിനിമ പെൺപ്രതികാരത്തിന്റെ ക്ലാസിക്കായിരുന്നു. അതുപോലെ ഇടവേള എന്ന സിനിമ ത്രസിപ്പിക്കുന്ന യൗവനത്തിന്റെ മതിപ്പും ദുരന്തവുമായി. കൂടെവിടയിൽ പോസിറ്റീവ്നെസിന്റെ അങ്ങേക്കരയാണ് കാട്ടിത്തന്നത്. കാണാമറയത്ത് പറന്ന് തുടങ്ങിയവ പ്രണയത്തിന്റെയും നനുത്ത ചിരിയും നൊമ്പരവും പങ്കുവച്ച സിനിമകളാണ്. ഒറ്റപ്പെടുന്ന വാർദ്ധക്യമായിരുന്നു തിങ്കളാഴ്ച നല്ല ദിവസത്തിലൂടെ പറഞ്ഞത്. പെരുവഴിയമ്പലം എന്ന സിനിമ അതുവരെ നടന്നു ശീലിച്ച വഴികൾ മറന്നുകൊണ്ടുള്ള ഒരു സഞ്ചാരമായി. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളും തൂവാനത്തുമ്പികളും പ്രണയത്തിന്റെ മോഹിപ്പിക്കുന്ന അവസാന പദങ്ങളായി ഇന്നും നിലകൊള്ളുന്നു. സോളമനും സൂഫിയും ജയകൃഷ്ണനും ക്ലാരയും ഒക്കെ ഇന്നും യുവത്വത്തിന്റെ ആഹ്ലാദമാണ്. ഞെട്ടിക്കുന്ന പ്രമേയമെന്നൊക്കെ പറയാവുന്നത് അരപ്പട്ടയെ കെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമയാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സിനിമ ആലോചിക്കാൻ പോലും ഒരു ചലച്ചിത്രകാരനും ധൈര്യപ്പെടുകയില്ലെന്ന് നിശ്ചയമായും പറയാം. ദേശാടനക്കിളി കരയാറില്ല എന്ന സിനിമയിൽ പറഞ്ഞത് പെണ്ണും തമ്മിലുള്ള അസാധാരണ ബന്ധത്തിന്റെ കഥയാണ്. അപരനിൽ ഭയത്തിന്റെയും ആകാംക്ഷയുടെയും പുതിയ തീരങ്ങൾ അനുഭവിച്ചു അന്ന് പ്രേക്ഷകർ. നഷ്ടപ്പെടലിന്റെയും ഉള്ളുറയ്ക്കുന്ന ആവിഷ്കാരമായിരുന്നു മൂന്നാം പക്കം. സീസൺ എന്ന സിനിമ ഒരു പ്രതികാരത്തിന്റെ സിമ്പിളായിട്ടുള്ള ആഖ്യാനമായിരുന്നു. ഇന്നലെ എന്ന സിനിമ ഓർമ്മകൾ നഷ്ടപ്പെട്ട് ഇന്നലകളിലേക്ക് ഒരു പെൺകുട്ടിയുടെ യാത്രാശ്രമങ്ങളായിരുന്നു. അവളെ പ്രണയിച്ച ശരത്തിന്റെയും അവളുടെ ഭർത്താവ് നരേന്ദ്രന്റെയും കഥ കൂടെയായി ഇന്നലെ എന്ന സിനിമ. ഒടുവിൽ ഞാൻ ഗന്ധർവൻ ചിത്രശലഭമാകാനും പാവയാകാനും പറവയാകാനും മാനാകാനും മനുഷ്യനാകാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗന്ധർവന്റെ കഥ കൂടെ പറഞ്ഞു തന്നു പത്മരാജൻ. അദ്ദേഹത്തിന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കും മറ്റുമായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോടെ അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നല്ലൊരു സബ്ജക്റ്റുമായി കണ്ടുമുട്ടാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.